നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട വടശ്ശേരിക്കര മങ്ങാട്ട് മല എന്ന സ്ഥലത്തേക്കാണ്. കുറച്ച് ഹില്ലായിട്ടുള്ള ഏരിയയാണ്. അവിടെ ഒരു വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏതൊരു മലയാളിയും ഇഷ്ടപ്പെടുന്നതാണ് ഈ കാഴ്ചകളൊക്കെ. അപ്പോൾ നമ്മൾ ആ വീട്ടിലെത്തിക്കഴിഞ്ഞ് നല്ല ദാഹമുണ്ട്. ഇവിടെ കുടിക്കാൻ എന്താണുള്ളത് നോക്കാം. നാരങ്ങ അവരുടെ വീട്ടിന് മുന്നിൽ തന്നെ ഉണ്ട്. അത് പൊട്ടിച്ചെടുത്ത് പിഴിഞ്ഞ് ഉപ്പും മധുരവും ചേർത്തെടുത്ത നല്ല തണുത്ത നാരങ്ങ വെള്ളം സൂപ്പറായിട്ടുണ്ട്. ഇതാ ഈ ഇരിക്കുന്ന അമ്മയാണ് ഈ വീടിൻ്റെ ഐശ്വര്യം. നമ്മളിത് കഴിഞ്ഞ് കഴിക്കാനാണ് പോണത്. കഴിക്കാൻ കാച്ചിൽ പുഴുങ്ങിയത്, തേങ്ങാ ചമ്മന്തി, കാന്താരി ഉടച്ചത്, മാങ്ങ അച്ചാറ്, ഇഞ്ചി, ഏത്തയ്ക്ക പുഴുങ്ങിയത്, ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായതാണ്. പുറത്തുനിന്നെടുത്ത ഒന്നുമില്ല. ഈ പത്തനംതിട്ട ഭാഷ പറഞ്ഞാൽ നല്ല പൊടിക്കാച്ചിൽ. കട്ടൻ ചായ പകുതി കുടിച്ചപ്പോഴാണ് ഐഡിയ കിട്ടിയത്. കാര്യം മുറ്റത്ത് നല്ല തുളസിയില അയക്കുന്നു. അത് 2 എണ്ണം പിച്ചിട്ടു. നല്ല ചൂട് കട്ടൻ ചായയിലാണെങ്കിൽ ഇത് 2-3 ഇല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും മണവും കിട്ടും. ഈ കിടന്ന് പറക്കുന്ന കാക്കകളെ കണ്ടോ? എന്നും വൈകുന്നേരങ്ങളിൽ ഇവരുടെ വീട്ടിന് മുന്നിൽ ഉള്ള മരങ്ങളിൽ ചേക്കേറാനായിട്ട് ഈ കാക്കകളെല്ലാം വരും. ഈ കാന്താരി കണ്ടോ? എന്ത് ഭംഗിയാണ്! ഇത് തന്നെയാണ് നേരത്തെ പൊട്ടിച്ച് കാച്ചിൽ കഴിക്കാനായിട്ട് എടുത്തത്. ഇത് കണ്ടോ? പറങ്കാപ്പഴം. നല്ല പാകമായിട്ടില്ല, പക്ഷേ ഇതിപ്പോൾ എങ്ങും കാണാനില്ല. അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചങ്ങ് എടുത്തു. കുറച്ച് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കഴിക്കാം. ഇനി നമ്മൾ പോകുന്നത് ഈ ചക്ക പറിക്കാനായിട്ടാണ്. അതുകൊണ്ട് ഈ പ്ലാവ് കൊണ്ട് ഇതിൽ നിറയെ ചക്ക പിടിക്കുന്നതാണ്. പക്ഷേ ഇവരങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ഇവർക്ക് അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ. ഈ ചക്ക ഉണ്ട്, അത് പാകമായതാണ്. താഴെ പോകുന്നത്. ഇനി ഒരു പഴുത്ത ചക്ക പോകണം. അത് തോട്ടയ്ക്ക് പറിച്ചിടണം. ഈ തോട്ടയാട്ടിക്കൻ ജയപ്രകാശ് സാറല്ലേ, പുള്ളി കെമിസ്ട്രിയിൽ PhD ആണ്. ബാംഗ്ലൂരായിരുന്നു, ഇപ്പോൾ ഇവിടെ ഉണ്ട്. താഴെ വീണ് പൊട്ടിച്ചെതറി ആ ചക്ക. പക്ഷെ നമ്മൾ വിടത്തില്ല എന്നുണ്ടോ? അതെന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഈ പഴം കണ്ടോ? നല്ല മധുരമാണത്. കൂഴ ചക്കയാണ്, പക്ഷെ ഒരുപാട് കഴിക്കാൻ പറ്റില്ല. ബാക്കി ഇങ്ങനെ പാത്രത്തിലെടുത്ത് കൊണ്ടുപോകാം. ഇത് കണ്ടോ? ഈ ചേച്ചി പൊട്ടിച്ചെടുക്കുന്നത് ഇത് മത്തൻ്റെ തളിരിലയും പൂവും കൂടെയാണ്. ഇത് ചൂടോടെ തോരൻ വെച്ച് കഴിക്കണം. നല്ല 1-ാം തരം ടേസ്റ്റാണ്. ഇനി നമ്മളിവിടെ നേരെ പോകുന്നത് കടമനിട്ടയിൽ പടയണി കാണാനാണ്. അതൊരു മനോഹരമായ കാഴ്ചയാണ്.